ഹലോ, ഇന്ന് ഒരു അടിപൊളിയായിട്ടുള്ളൊരു കോക്കനട്ട് ബണ്ണാണ് കേട്ടോ തയ്യാറാക്കുന്നത്. പൊതുവേ ബ്രെഡ് ഐറ്റംസിനോടൊക്കെ ഒരു ഇഷ്ടം കൂടുതലാണ് എനിക്ക്. അപ്പോൾ പിന്നെ കുറേ നാളെ വിചാരിക്കുന്നു കോക്കനട്ട് ബണ്ണൊന്ന് ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെ ഇന്നിത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഗോതമ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ കോക്കനട്ട് ബണ്ണ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഈസ്റ്റ് നന്നായിട്ടൊന്ന് ആക്റ്റീവ് ആവാനായിട്ട് വെക്കാം. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാവാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് മെൽറ്റാക്കി വെച്ചിട്ടുള്ള ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. മാവ് കുറച്ച് ലൂസിൽ കുഴച്ചെടുക്കട്ടെ നല്ലത്. ഞാൻ കുഴച്ച് വന്നപ്പോൾ അത്രയ്ക്കും കൂടെ ആയില്ല. കുഴച്ച് കഴിഞ്ഞ മാവ് 2 മണിക്കൂറോടെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. നമുക്കിനി ഇതിലേക്കുള്ള ഒരു ഫില്ലിങ് തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുന്തിരി, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് പഞ്ചസാര ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കോക്കനട്ട് ബണ്ണിലേക്കുള്ള ഫില്ലിങ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാവ് അത്യാവശ്യം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 2 ഭാഗങ്ങളാക്കാം. ഇത് രണ്ടും നമുക്കിനി പരത്തിയെടുക്കണം കേട്ടോ. കുറേശ്ശെ പൊടി ഇട്ടിട്ട് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. 2 ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരെണ്ണത്തിൽ ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. അങ്ങനെ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മറ്റേത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അരിയൊക്കെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടു. അതിന് വേണ്ടിയിട്ട് എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടൈമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കിനി വേഗം ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കോക്കനട്ട് ബണ്ണ് അടിപൊളിയായിട്ട് ബേക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് മുറിച്ച് കഷ്ണങ്ങളാക്കാം കേട്ടോ. ഗോതമ്പൊടി വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ കോക്കനട്ട് ബണ്ണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മക്കൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്സ് ആട്ടോ.